കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുഖ്യപ്രതി ഷമീമ എന്ന ജിന്നുമ്മ 45 ദിവസത്തെ രഹസ്യ പൂജ നടത്തി. സ്വർണം മൺകുടത്തിൽ അടച്ചുവെച്ചാൽ ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവരെ കണ്ടെത്തിയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കിയിരുന്നത്. പ്രതികളുടെ വീട്ടിൽ നിന്ന് 5000 ഏലസുകളും തകിടുകളും പോലീസ് കണ്ടെടുത്തു. കാസർകോട്ടെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ 30 പവനോളം സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിൽ ദുർമന്ത്രവാദിനി ഷമീമ എന്ന ജിന്നുമ്മയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിന് പുറമെ കർണാടകയിലും മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി പേരെ ഇവർ തട്ടിപ്പിനിരയാക്കിയതാണ് വിവരം. കൈവശമുള്ള സ്വർണം ദുർമന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ച് അതിനായി രഹസ്യപൂജ നടത്തണമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. 45 ദിവസത്തെ പൂജ. ഓരോ ദിവസവും കർമ്മം ചെയ്ത ശേഷം സ്വർണം മൺകുടത്തിൽ അടച്ചു വെക്കണം. ഇതായിരുന്നു ജിന്നുമ്മ ഇരകളെ വിശ്വസിപ്പിച്ചിരുന്നത്. കർമ്മം ചെയ്യുന്ന ഓരോ ഇടവേളകളിലും കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടും. ഈ സമയത്ത് ജിന്നുമ്മ സ്വർണം തന്റെ കൈവശമുള്ള ബാഗിലേക്ക് മാറ്റും. ഇത്തരത്തിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ തട്ടിയെടുത്തത്. സംശയം തോന്നിയ ഗഫൂർ ഹാജി സ്വർണം മുഴുവൻ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. നേരത്തെ ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട ഷമീമ അതിസമ്പന്നന്മാരെ കണ്ടെത്തിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നും 5000 ഏലസുകളും തകിടുകളും പോലീസ് കണ്ടെടുത്തു. 50,000 രൂപ വരെ ഈടാക്കിയാണ് മന്ത്രിച്ച ഏലസ് എന്ന് പറഞ്ഞ് ഇവ വിൽപ്പന നടത്തിയിരുന്നത്. ഇത്തരത്തിൽ കേരളത്തിലും കർണാടകയിലുമായി നിരവധി പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഇവർ സമ്പാദിച്ചത്. ആരെയും ഞെട്ടിക്കുന്ന ആഡംബര വീട് തന്നെ ഇതിന് തെളിവ്. ഗഫൂർ ഹാജിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ സ്ത്രീകളെ മറയാക്കി ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാനും ശ്രമം നടത്തി. ഇതാണ് അന്വേഷണം വൈകാൻ ഇടയാക്കിയത്. ഒടുവിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംശയമുള്ളവരെ ചോദ്യം ചെയ്യുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു. കാസർകോട്ടെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ 30 പവനോളം സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ജിന്നുമ്മയുടെയും കൂട്ടാളികളുടെയും തട്ടിപ്പ് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ന്യൂസ് 18 കാസർഗോഡ്.